and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഓപ്പൺ പോർസ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതെനിക്ക് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൻ്റെ പേര് നീതു ജോസ് എന്നാണ്. ഹായ് നീതു, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് റെസിപ്പി. ഓക്കെ, ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സെയിം ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നമുക്ക് പോഴ്സ് ഷ്രിങ്ക് ചെയ്യുന്നത് മാത്രമില്ല, നല്ല ഫേസിൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ പോലെ എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഓപ്പൺ പോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഓപ്പൺ പോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ രോമൊക്കെ വരില്ലേ, അതിൻ്റെ ആ ഒരു വരുന്ന ആ ഭാഗം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തു പോലെ കാണില്ലേ, അങ്ങനെ കാണുന്നത് പോലെ നമ്മുടെ ഫേസിൽ കാണുന്നതാണ് ഓപ്പൺ പോഴ്സ്. ഈ ഓപ്പൺ പോഴ്സ് മെയിൻലി കാണുന്നത് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണ്. അതുപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും കാണാം. എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒട്ടും ഉണ്ടാവില്ല എന്നല്ല, ഡ്രൈ സ്കിന്നുള്ളവർക്കും ഉണ്ട്. എനിക്കുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടുണ്ട്, ഒരുപാട് വലിയതായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പൺ പോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഓപ്പൺ പോഴ്സിന് വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നമ്മുടെ ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ സെക്രീഷൻ കൂടുമ്പോഴാണ് ഇങ്ങനെ ഓപ്പൺ പോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇംബാലൻസ് കാരണം നമുക്കിങ്ങനെ ഓപ്പൺ പോഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, അതായത് നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹോർമോൺസ് ചേഞ്ച് ആവില്ല. ഇപ്പോൾ നമ്മൾ ഓരോരോ ഫുഡുകൾ കഴിക്കുമ്പോൾ, ഇപ്പോൾ എന്താ ചിക്കനൊക്കെ ഒത്തിരി കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇംബാലൻസ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഓപ്പൺ പോഴ്സ് വരും. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഒട്ടും ക്ലീൻ അല്ലാത്ത ഫേസ് ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ പോഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. ബൗളിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം മതി കേട്ടോ, യെല്ലോ വേണ്ട. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ്, അപ്പോൾ അതിൻ്റെ വൈറ്റ് മാത്രം മതി. നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് ഞാനൊരു ഹാഫ് ഇല്ലെങ്കിൽ ഒരു 1 ടീസ്പൂണൊന്നും വേണ്ട, കാരണം അത് നന്നായിട്ട് ഒട്ടി പിടിക്കും. ഗോതമ്പ് നന്നായി ഒട്ടില്ലേ, അതൊരു ഹാഫ് ടീസ്പൂണോളമൊക്കെ മതി. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഇതാണ്. ഇതിനകത്തെന്ന് വെച്ചാൽ വൈൽഡ് ടേമറിക്കും അതുപോലെ തന്നെ മുൾട്ടാനി മിട്ടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം. എനിക്ക് കസ്തൂരി മഞ്ഞളിട്ട് ഭയങ്കരമായിട്ട് സ്കിൻ ബേൺ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാഞ്ഞ്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളും മുൾട്ടാനി മിട്ടിയും സെപ്പറേറ്റ് ആയിട്ടും ആഡ് ചെയ്യാം. ഇനി മഞ്ഞൾ പിടിക്കില്ലാത്തവരാണെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹണി, കുറച്ച് തേനും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഈ തേൻ നമുക്ക് ഭയങ്കരമായിട്ട് പോഴ്സിനെ ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൽ തൈര് ആഡ് ചെയ്തില്ല, പകരം ഞാൻ ഈ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തത്. ഫ്രഷ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ രണ്ടിനും 2 റിസൾട്ട് ആയിരിക്കും. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. രണ്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എഗ്ഗല്ലേ, എഗ്ഗ് മിക്സ് ചെയ്യാൻ പാടല്ലേ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ മുട്ടയ്ക്കെല്ലാം പതയ്ക്കുന്ന പോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ലൂസാവണ്ട. എൻ്റെ ഒരു ഇച്ചിരി ലൂസായിപ്പോയി. അപ്പോൾ ഇത്ര ലൂസാക്കണ്ട, കുറച്ച് ടൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഫേസിലിടാൻ പറ്റണം. അപ്പോൾ അതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്തെങ്കിലും ഒരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായി വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്കത് നിങ്ങൾക്ക് വേണമെന്നുവെച്ചാൽ ഇത് പോഴ്സുള്ള ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പക്ഷേ ഫുൾ ഫേസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫുൾ ഫേസിലിട്ടാലും നന്നായിട്ടുണ്ടാവും, നല്ല എഫക്റ്റ് ഉണ്ടാവും. ഞാൻ ഫുൾ ഫേസാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുവെച്ചാൽ പോഴ്സുള്ളിടത്ത് മാത്രമാണെങ്കിലും അങ്ങനെയും ഇടാം. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസിലൊന്നും ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നില്ല കേട്ടോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഇടുന്നില്ല. ഇപ്പോൾ വെറുതെ ബ്ലാങ്കായിട്ട് കിടക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഫേസിലൊക്കെ ഇടുക. നിങ്ങൾക്ക് നെക്കിലും ഇടാം കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ
പഞ്ഞിയിൽ മുക്കിയിട്ട് തുടയ്ക്കണമെന്നില്ല, ഫേസ് വെറുതെ പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തത്. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തില്ല. ആ ഒരു ഡിഫറൻസ് എന്തോരം ഉണ്ടെന്ന്, നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് രോമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ, ഒരു ആകൃത പിടിച്ചിട്ട് പോയിരിക്കും. അന്ന് സാരില്ല, അതൊക്കെ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടുണ്ടാവും, ഹണിയും അതുപോലെ തന്നെ ആ എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഇങ്ങനെ കാണിച്ചാലോ കംപ്ലീറ്റ് അത് പോവില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്തെങ്കിൽ മാത്രം അത് മുഴുവനായിട്ട് പോവുള്ളൂ. കണ്ണിൻ്റെ ഭാഗത്തായിട്ടൊന്നും ഇടണ്ട കേട്ടോ, അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, അറിയാലോ. പിന്നെ നെക്കിലും കൂടെ വേണമെച്ചാൽ ഇടാം. ഇത് പ്രശ്നമൊന്നുമില്ല നെക്കിലിട്ടെന്ന് വെച്ചാൽ, നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാവും, ഷുവർ ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു താങ്ക്സ് പറയാനാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ റെസിപ്പീസ് സെൻഡ് ചെയ്ത് ഒരുപാട് പേര് എനിക്ക് റെസിപ്പീസ് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓരോരോ സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പല ഇങ്ങനത്തെ DIY വീഡിയോസിൽ ഞാൻ പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെച്ചാൽ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാൻ. അങ്ങനെ കുറേ പേര്, ഇപ്പോൾ ഒരു 3-4-5 പേര് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. താങ്ക് യു സോ മച്ച്. ഞാനതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഇതുപോലെ ഞാൻ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് പറയാനായിട്ട് നോക്കുക. പിന്നെന്താ, ഓക്കെ, നിങ്ങളിപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാണ്ട് അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.